പരുന്തൊരിക്കൽ സിംഹത്തോട് പറഞ്ഞു, നമ്മൾ ഒരേ സ്വഭാവക്കാരല്ലേ? മൃഗങ്ങളുടെ രാജാവ് നീ, പക്ഷികളിൽ കേമൻ ഞാൻ. അതുകൊണ്ട് ഒരുമിച്ചു വേട്ടയാടിക്കൂടെ? സിംഹം പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. നീ നിന്റെ ചിറകുകൾ ഉപേക്ഷിച്ചിട്ട് വരൂ. പരുന്ത് അനിഷ്ടത്തോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ചിറകുകൾ ഉപേക്ഷിക്കുന്നത്? സിംഹം പറഞ്ഞു, നിനക്കാപത്ത് സംഭവിച്ചാൽ നീ പറന്ന് രക്ഷപ്പെടും, ഞാൻ കുടുങ്ങും. പിന്നീടൊന്നും മിണ്ടാതെ പരുന്ത് പറന്നകന്നു. ആരോടൊപ്പമാണ് യാത്ര എന്നതാണ് സഞ്ചാരത്തിൻ്റെ ദൈർഘ്യവും ശ്രേഷ്ഠതയും തീരുമാനിക്കുന്നത്. ജനിക്കുന്നത് എവിടെയെന്ന കാര്യത്തിൽ ആർക്കും തിരഞ്ഞെടുപ്പില്ല. രക്തബന്ധമുള്ളവരാരൊക്കെ എന്ന് തീരുമാനിക്കാനും കഴിയില്ല. പക്ഷേ എവിടെ വളരണമെന്നും ആരുടെ ഒപ്പം വളരണമെന്നും ഉള്ളത് വ്യക്തിയുടെ തീരുമാനമാണ്. ആരെയൊക്കെ നമസ്കരിക്കുന്നു, ആരെയൊക്കെ തിരസ്കരിക്കുന്നു എന്നതിലാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ വില തീരുമാനിക്കപ്പെടുന്നത്. ഒരേ ലോകത്ത് ജീവിക്കാൻ താല്പര്യമുള്ളവർ വേണം ചങ്ങാത്ത വലയത്തിനുള്ളിലെത്താൻ. വെള്ളത്തിൽ ജീവിക്കുന്നവരും കരയിൽ ജീവിക്കുന്നവരും തമ്മിൽ ഒരേ ലോകത്ത് ജീവിതം സാധ്യമല്ല. വല്ലപ്പോഴും തീരത്ത് കണ്ടുമുട്ടി മടങ്ങാമെന്ന പ്രതീക്ഷയേ ഉള്ളൂ. ആകാശാനുഭവങ്ങൾ മാത്രമുള്ളവൻ എങ്ങനെ ആഴിയിലുള്ളവനെ മനസ്സിലാക്കും? ഒരേ നിലവാരമുള്ളവർ തമ്മിലുള്ള ബന്ധം ഒരേ ഗുണനിലവാരം പുലർത്തും. കോഴിക്കുഞ്ഞുങ്ങൾ കഴുകനെ ഭയക്കുകയേ ഉള്ളൂ. ആര് ശരി ആര് തെറ്റ് എന്നതിനേക്കാൾ രണ്ടും വ്യത്യസ്ത നിലവാരത്തിലാണ് എന്നതിനാണ് പ്രാധാന്യം. ശവന്തീനികളോടൊപ്പം സഞ്ചരിക്കാൻ ആർക്കാണ് ധൈര്യമുണ്ടാകുക? കൊന്നു തിന്നാൻ ശേഷിയുള്ളവൻ എന്തിനാണ് ചത്തുകിടക്കുന്നവയുടെ പിന്നാലെ പോകുന്നത്? ഒരേ സ്വപ്നങ്ങളുള്ള ബന്ധങ്ങളിൽ ആത്മവിശ്വാസവും പരസ്പര വിശ്വാസവും വർദ്ധിക്കും. ഒറ്റയ്ക്കുള്ള യാത്രകളേക്കാൾ ഒരുമിച്ചുള്ള യാത്രകൾക്ക് ഊർജം കൂടുതൽ ലഭിക്കും, പ്രത്യേകിച്ച് അവ ഒരേ ലക്ഷ്യത്തിലേക്കാണെങ്കിൽ. അവിടെ അന്വേഷണങ്ങൾ ഒരുപോലെയാകും, വിശ്രമതീരങ്ങൾ ഒന്നാകും. അത്തരം യാത്രകൾ ഒരേ സമയത്ത് ഒരുമിച്ചെത്തിക്കും. മുഴുമിപ്പിക്കാനിടയില്ലാത്ത യാത്രകളിലേക്ക് കാലെടുത്തു വയ്ക്കാതിരിക്കുക എന്നതാണ് പ്രായോഗിക ബുദ്ധി.